ഹായ് ഫ്രണ്ട്സ്, ഇത് സോണിയുടെ S20R എന്ന് പറഞ്ഞൊരു ഹോം തിയേറ്ററാണ്. നിങ്ങൾ കണ്ടിട്ടാണ്. ഇതാണ് S20R, S40R ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പോവും. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി പോവും. ഒറിജിനൽ ഡിസ്പ്ലേ നമുക്ക് പുറത്തൊന്നും കിട്ടിയില്ല, കമ്പനിയിലൊക്കെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പോകുന്ന കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പോയതാണ്, ഈ സെറ്റ് ചെയ്യാൻ അയച്ചു. ഇതിൻ്റെ പഴയ ഡിസ്പ്ലേ ഇതാണ്ട്, പഴയ ഡിസ്പ്ലേ പോയതാണ്, ഇത് ഡാമേജ് ആയി. അപ്പം നമ്മൾ പുതിയ ഡിസ്പ്ലേ ഇതിനകത്തോട്ട് വെക്കുകയാണ്. ഇതാണ് പുതിയ ഡിസ്പ്ലേ നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. ഇപ്പം കൈയൊന്നും തൊടാതെ വേണം വെക്കാൻ, അതിൻ്റെ പാടല്ലേ വരും. പുതിയ ഡിസ്പ്ലേ നമ്മൾ ഇറക്കി വെക്കുകയാണ്. നമുക്ക് കിട്ടിയതാണ് പുതിയ ഡിസ്പ്ലേ. അപ്പോൾ അത് നമ്മൾ പുതിയ ഡിസ്പ്ലേ വെക്കാതെ നമുക്ക് വേറെ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റൊക്കെ പലരും ചെയ്യാറുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ പുതിയ ഡിസ്പ്ലേ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഒറിജിനൽ ആയിട്ടുള്ള ഒരു സെറ്റല്ലേ. ഒറിജിനൽ സെറ്റായാൽ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പം അത് പുതിയ ഡിസ്പ്ലേ നമ്മൾ മാറുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വലിയ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ടച്ചാണ് മണ്ടയിലത്തെ സ്വിച്ച്. ആ ടച്ചിലോട്ടുള്ള ഇത് നമുക്ക് വന്നു. പിന്നെ ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് അതിൻ്റെ രണ്ട് പിന്നൂടെ കുത്തണം. ഒന്ന് USB-യുടെ പിന്നുണ്ട് ഇവിടെ, USB-യുടെ പിന്നും പിന്നെ ഡിസ്പ്ലേയുടെ പിന്നും. USB ആവശ്യത്തിന് അവർ നീളമൊക്കെ തന്നിട്ടുണ്ട്. എന്നാലും ഞാനത് അഴിച്ചിട്ട സ്ഥിതിക്ക് ഇനി നേരിട്ട് അത് കയറ്റി കുത്തിയിട്ട് വേണം സ്ക്രൂ ചെയ്യാൻ. അപ്പോൾ കസ്റ്റമർ USB ഒന്നും വർക്കിംഗ് അല്ലെന്ന് സാറ് പറഞ്ഞായിരുന്നു. നമുക്ക് USB ചെക്ക് ചെയ്യണം, എല്ലാം ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ USB-യുടെ ഇതും കൂടെ നമ്മൾ കുത്തി അപ്പോൾ എല്ലാം ചെയ്തു. ഇനി ഈ ഡിസ്പ്ലേ നമ്മൾ കുത്തുവാണ്. ഡിസ്പ്ലേ അത് OLED ഡിസ്പ്ലേ ആണേ. ഇത് തന്നെ സാംസങ്ങിനും ഉണ്ട്, സാംസങ്ങിൻ്റെ ഹോം തിയേറ്ററിനും ഇത് തന്നെ പ്രശ്നമുണ്ട്. അതിപ്പം OLED ഡിസ്പ്ലേ നമ്മൾ കൊടുത്തു. ഇനി അത് ഓണാവുമെന്ന് നോക്കിയിട്ട് പെൻഡ്രൈവും കൂടെ ഒതുക്കി വെച്ചിട്ട് വേണം ഇത് അടയ്ക്കാൻ. അപ്പോൾ നമ്മളത് ഡിസ്പ്ലേ മാറി, പുതിയ ഡിസ്പ്ലേ ഇട്ടു. ഹലോ വന്നു. ഇനി നമ്മൾ പവർ ആക്കണം. പവർ ആക്കി കഴിയുമ്പോഴത്തേക്കും പ്ലീസ് വെയിറ്റ് വരും. ഇനി USB വന്നു. USB-യിൽ നമുക്ക് ഇടാം. റീഡ് വന്നു. USB-യിൽ നിന്ന് ഇട്ട് കഴിയുമ്പോൾ പ്ലേ ഇതാണ്. പ്ലേ ബട്ടൺ നമ്മൾ ഞെക്കുന്നു. പ്ലേ ആയി. ഇപ്പോൾ USB-യുടെ കംപ്ലൈൻറ്റ് തീർത്തിട്ടുണ്ട്. Don't push back. Oh. Don't push back. Oh.